സ്പെഷ്യൽ ഡിന്നറൊക്കെ ആട്ടോ ഇന്ന് അപ്പയ്ക്ക് കൊടുക്കണേ. ഇന്ന് എനിക്കിതൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇന്ന് അപ്പയ്ക്ക് വൈവിധ്യമാർന്ന ഡിന്നറാ. ഇന്ന് അമ്മയുടെ താല്പര്യപ്രകാരമാണ് അപ്പയ്ക്ക് ഡിന്നർ ഒരുക്കിയത്. എനിക്ക് ഊണായാലും മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ചോറിന് കൂട്ടാൻ പറ്റാത്ത ഒരു കറി ഞാൻ ചോറിന് കൂട്ടണം. അതെന്നാന്ന് നോക്കിക്കും. ക്രിസ്മസ് രാവിന്റെ പിറ്റേ ദിവസം അപ്പച്ചെമ്പൽ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വട്ടയപ്പം, മധുരമില്ലാത്ത വട്ടയപ്പം. ഇതിന്റെ സ്പെഷ്യാലിറ്റി വൈകിട്ട് ഇത് കഴിക്കുന്ന വീഡിയോ പിടിക്കാം. നിനക്ക് ഉച്ചത്തേക്ക് തന്നു വിടുന്ന ബീഫ് വിത്ത് മധുരമില്ലാത്ത വട്ടയപ്പം. അത് ശരി. വൈകിട്ട് ബീഫ് ആയിരിക്കൂല, മുട്ടയായിരിക്കും. മുട്ടയോ? മുട്ടയെന്ന് വെച്ചാൽ മുട്ടക്കറി വിത്ത് മധുരമില്ലാത്ത വട്ടയപ്പം. ഓ, ബീഫില്ല അല്ലേ? ബീഫില്ല, ബീഫായിരുന്നു കോമ്പിനേഷൻ. അത് ഉച്ചക്ക് കഴിക്കാലോ. പക്ഷെ വൈകുന്നേരം ഇല്ലല്ലോ. വിഷമിക്കണ്ട, ഉച്ചക്കുണ്ട്. പക്ഷെ വൈകുന്നേരം ഇല്ലല്ലോ. ഇനി ടൈം ഈസ് ഓവർ. പോയി വാപ്പ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഓക്കെ, പഞ്ഞിക്കട്ട പോലെയുള്ള വട്ടയപ്പം. കളർഫുൾ അല്ല, കളർ കളർ ഓഫ് വൈറ്റ്നസ്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെയും പറയാം, ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഞെക്കി നോക്കണം നിങ്ങളെ ആ സോഫ്റ്റ്നെസ് എന്തോരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സോഫ്റ്റ്നെസ് തന്നെയായിരുന്നു അതിൻ്റെ പ്രത്യേകത. മധുരമില്ലാത്ത വട്ടയപ്പം ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറേ നാളായത് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇത്രകൂടി ഹാർഡ്നെസ് ആണ് ഞാൻ അതിനകത്ത് പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നല്ല സോഫ്റ്റായി കണ്ടപ്പോൾ ഞാനത് ഭയങ്കര ഹാപ്പി. അതാണ് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. പണ്ട് നമ്മളിങ്ങനെ അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല. മധുരമില്ലാത്ത വട്ടയപ്പവും കറി കൂട്ടി അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോൾ അത് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള അപ്പത്തിൻ്റെയൊക്കെ കൂടെ എനിക്ക് ഡ്രൈ ബീഫ് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അപ്പയ്ക്കൊക്കെ ഇഷ്ടം ചാറ് കഴിക്കാനാണ് കേട്ടോ. എനിക്കിങ്ങനെ ഡ്രൈ ഇഷ്ടമാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതൊരു പ്രത്യേക സുഖമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഉച്ചയ്ക്കല്ല കഴിച്ചാൽ ഞാനത് രാവിലെ തന്നെ കഴിച്ചു കേട്ടോ. സ്പെഷ്യൽ ഡിന്നറൊക്കെ ആട്ടോ ഇന്ന് അപ്പയ്ക്ക് കൊടുക്കണേ. ഇന്ന് എനിക്കിതൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ട. എനിക്ക് വൈകിട്ട് കഴിച്ചാൽ പറ്റില്ല. ഞാൻ വൈകുന്നേരം ചായക്ക് കഴിച്ചായിരുന്നു. മുട്ട കട്ട് ചെയ്ത് വെച്ചേക്കണാണ്. ഞങ്ങള് ഒരു മുട്ടയെ എടുത്തിട്ടുള്ളൂ. അത് കട്ട് ചെയ്ത് 6 പീസ് ആക്കിയതാണ്. നിനക്ക് രാവിലെ ബീഫാ തന്നത്. ഇതിൻ്റെ കൂടെ അപ്പയ്ക്ക് ബീഫുണ്ട്. നാളെ ആരോ പറഞ്ഞു ഇത് പോരാ 3 മുട്ടയൊക്കെ ഇടണം. ഞങ്ങൾ അത്രയധികം മുട്ടയൊന്നും കഴിക്കില്ല കേട്ടോ. മുട്ട അപ്പ ഒട്ടും കഴിക്കാറില്ല. ഞാൻ നിർബന്ധിച്ചിപ്പോ മിക്കവാറും ഇത് ബാക്കി വെക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആഴ്ചയില് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഒരു മുട്ട കഴിക്കും. ഇവിടെ ആഴ്ചയിൽ 1 കഴിക്കുള്ളൂ എനിക്ക് തോന്നണം. അപ്പൊ മുട്ടയൊന്നും അധികം കഴിക്കണമെന്നും നല്ലതല്ല. ഏത് ഫുഡായാലും നമ്മൾ അമിതമായി കഴിച്ചാൽ അത് നമുക്ക് ദോഷമാണ്. എപ്പോഴും മിതമായി കഴിക്കണം തന്നെയാണ് നമുക്ക് നല്ലത്. പിന്നെ വന്നിടത്തും പിന്നെ അപ്പക്ക് ഇച്ചിരി വേറെ നോൺ വെജ് ഉണ്ട്. മണം വന്നിട്ടുണ്ട്. എനിക്ക് രാവിലെ തന്നു വിട്ടു. മണം വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇത് മാത്രല്ല, വേറെ ഒരു സാധനം മെയിൻ ഹൈലൈറ്റ് ദേ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. മധുരമില്ലാത്ത വട്ടയപ്പം. ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ രാവിലെ കഴിച്ചിട്ട് ഒടിച്ച പിന്നെ അതെന്നാ ഗുണമെന്ന് വെച്ചാൽ അയ്യാറട്ടിന്റെ പച്ചരിയും പച്ചത്തേങ്ങ പിന്നെ കള്ളും. അത് ശരി. അതാണ് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാട്ടോ. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലിങ്ക് തരാം. ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേച്ച് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാന്ന് ഓർത്താട്ടോ. എന്നാന്ന് വെച്ചാ ഇതിങ്ങനെ കാണാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചതാ. എന്റെ കട്ടിംഗ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ല. വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല. മുട്ടയിൽ ഇച്ചിരി ഞാൻ ഇത് വ്യാപിപ്പിച്ച് വെച്ചതല്ലേ കേട്ടോ. അമ്മയുണ്ട്, ഒരു വ്യാപനവും ഉണ്ട്. ഇനി വേഗം ബീഫ് എടുത്തോണ്ട് അപ്പയ്ക്ക് വിശക്കണ്ട് കേട്ടോ. ബീഫ് അതിന്റെ അരിയിൽ വെക്കണം പ്ലേറ്റില്. അപ്പൊ പറയും 100 സോസ് വേണ്ട അപ്പയ്ക്ക്, അതൊക്കെ പങ്കപ്പാടാ ഇട്ട് കൊടുക്കാം. ബീഫിന്റെ പാത്രം ഒഴിവാവുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇടുവാണ്. നീ കഴിച്ചത് എന്നാന്ന് നീ പറഞ്ഞില്ലല്ലോ. ക്രിസ്മസിന് വാങ്ങിയ ബീഫാട്ടോ. ഞാൻ പൊറോട്ടയും ഇതുവാ കഴിച്ചത്. പൊറോട്ട, പീസ് കറി എടുത്തില്ല. ബീഫും ഒരു ഫിഷ് ഫ്രൈ ഒരു പീസ് ഇരുന്നതാ. അടിപൊളി. ഇനി നോ ടൈം ടു വെയിറ്റ്. ഇറ്റ്സ് ടൈം ടു ഹാവ് ഫുഡ്. കൊടുത്തേക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ റൈസാ കഴിക്കണ. വൈകുന്നേരം ഞാൻ 4 മണിക്ക് ഇത് കഴിച്ചായിരുന്നു. 2 അപ്പാ ചുട്ടത്. ഇനിയും നമുക്ക് ശനിയാഴ്ച വല്ലതും ചൂടാ. അല്ല
ശനി വേറെയാ മറ്റേ ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഞാൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. കാരണം ഉണ്ടാക്കണ വട്ടയപ്പം അല്ലെങ്കിൽ എങ്ങനെയാ സോഫ്റ്റ് ആണ്, എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഓട്ടപ്പടിയിലെ അമ്മായിക്കാണ്. എന്നെ പഠിപ്പിച്ചത് ഓട്ടപ്പടിയിലെ അമ്മായി. അത് ശരി. പാലപ്പത്തിന്റെ ക്രെഡിറ്റ് മമ്മിക്ക്. ഓരോരുത്തർക്കും ഓരോ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കണ സംഗതികൾ. ഇന്ന് അപ്പയ്ക്ക് വൈവിധ്യമാർന്ന ഡിന്നറാ. ഞാൻ ഊണാ വൈകുന്നേരം ഞാൻ കഴിച്ചത്. എനിക്ക് ഊണായാലും മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അമ്മയുടെ താല്പര്യപ്രകാരമാണ് അപ്പയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ ഒരുക്കിയത്. മണം കണ്ടോ? ഞാൻ കഴിച്ചതാ. കള്ളിന്റെ മണം രാവിലെയാന്ന് മാത്രം. നല്ല സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ് ആയത്. എന്റെ സോഫ്റ്റ്നെസ് ഒന്ന് കാണിക്കൂ. എന്ത് സോഫ്റ്റ് അല്ലേ? അതിനേക്കാൾ സോഫ്റ്റ് ആന്ന് എനിക്ക് തോന്നണേ. അല്ല അതും സോഫ്റ്റ് ആണ്. സോഫ്റ്റ്നെസ്സിലല്ല, ടെക്സ്റ്ററിന്റെ രുചിയാണ്. കള്ളും അരിപ്പൊടിയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷൻ. അതെ 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 അതെ, അതിനൊരു പ്രത്യേക രുചിയാണ്. അതന്നെയല്ല, കറക്റ്റ് പുളിയിൽ അത് എടുത്ത് ചുടുകയും ചെയ്യണം. അപ്പൊ അത് അമ്മ അതിന് എക്സ്പെർട്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ വളരെ സോഫ്റ്റ് ആണ്, വായിലിട്ടാൽ അല്ലിത്ത് പോകും, അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. ഇത് നല്ല സോഫ്റ്റ്. ഞാൻ കഴിച്ചിട്ട് രാവിലെ കഴിച്ചിട്ട് ഇത്രയും സോഫ്റ്റ് ആണോന്ന് ഞാൻ ചിന്തിച്ചു പോയി. കുറെ നാളായല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ട്. Okay, all the best. അമ്മ, യു ആർ ഹാവിങ് ചോറ്. സമയെടുക്കും. എനിക്ക് താമസം ഉണ്ടതാ. ഞാൻ പൊറോട്ട ഇറച്ചിയും കഴിച്ചു കേട്ടോ. എന്നാന്നോ ചോറ് പിന്നെ എനിക്ക് വേറെ വേണമെന്ന് ഇഷ്ടമല്ല. ചൂട് വേണം. ഉച്ചക്ക് വെച്ചതല്ലേ, അത് തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാൻ ചോറുണ്ണണം. അപ്പൊ കുഴപ്പമില്ല. ഞാൻ ചോറിന്റെ കൂടെ വൈവിധ്യമാർന്ന കറികളാണ്. ഏഹേ, അപ്പൊ എന്തായാലും കാണണമല്ലോ. കാണണം. അത് നിങ്ങൾ കണ്ട കറികൾ തന്നെ. നിങ്ങൾ കഴിച്ച കറി ഞാൻ ചോറിന്റെ കൂടെ കഴിക്കണം. ആഹാ, ഞാൻ കഴിച്ചത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ. അത് കാണിച്ചായിരുന്നോ? ഇല്ല. അയ്യോ, അത് മറന്നുപോയി. ഒന്നാമത് നീ ഇന്ന് ലേറ്റ്. അതെ അതെ അതെ, മൊത്തം ടൈം ഡിലേ. വേഗം കഴിക്കാൻ ഞാൻ പറഞ്ഞു. ലേറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, എന്റെ ചോറ് തിളപ്പിക്കട്ടെ. മറ എന്റെ ചോറ് ഞാൻ വിളമ്പിയോടെ വെച്ചു. അപ്പ കഴിച്ച പാത്രം കഴുകിയതാ. എന്റെ ചോറിൽ പ്രത്യേക ഒരു കറിയുണ്ട്. ചോറിന് കൂട്ടാൻ പറ്റാത്ത ഒരു കറി ഞാൻ ചോറിന് കൂട്ടുന്നുണ്ട്. അതെന്നാന്ന് നോക്കിക്കോ. അത് കൊള്ളാം. വ്യത്യസ്തതകളാണ് ഇപ്പൊ എല്ലാവരും വന്നു വന്ന്. എല്ലാവർക്കും വ്യത്യസ്തതയാണ്. ഞാൻ ചോറാട്ടോ അത്താഴം. എനിക്ക് വ്യത്യസ്തതയൊന്നും അതില് വ്യത്യസ്തതയില്ല, പക്ഷെ കറിയില് വ്യത്യസ്തതയുണ്ട്. എന്ന് നോക്കിക്കേ. അതെന്താന്ന് നമുക്ക് കാണാം. നോക്കിക്കോ. അമ്മയും അമ്മ വന്ന് പറഞ്ഞു തരുന്നതാണ് നല്ലത്. പല്ല് കയറാതെ വേഗം വരിക ദയവായി. ആഹാ, ഓ ഇത് പീസ് കൊറേ ഉണ്ടല്ലോ. മുട്ടയുണ്ട്, മൂടിയിട്ടേക്കുവാ. വൈകിട്ട് ഇത്രയും കഴിക്കുമോ അമ്മ? പിന്നെ കുഴപ്പമൊന്നുമില്ല. മീൻകറി ഉണ്ട്, വെള്ളാമീനല്ലേ. പിന്നെ ബീഫിന്റെ ഒരു സ്വല്പം ബീഫൊക്കെ കഴിച്ചാൽ സുഖമില്ലതാ. ബീഫ് ഞാനധികം കഴിക്കാറില്ല. സുഖമുള്ളത് കഴിച്ചാ മതി. ഫിഷ് വലിയ കുഴപ്പമില്ല. ഫിഷ് ഫ്രൈ ഇനിയില്ല കേട്ടോ, തീർന്നു. ഇനിയിപ്പോ മറ്റന്നാള് മീൻ മേടിക്കണം. നാളെയും കൂടെ മീൻ വെച്ച് തിരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇന്ന് ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടി അവസാനിക്കുകയാണ്. ക്രിസ്മസിന്റെ പിറ്റേന്ന് മണി 9:40. ശരി, അപ്പൊ ക്രിസ്മസിന്റെ പിറ്റേന്നും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ ക്രിസ്മസ് വൈബ് ഉണ്ടാവുന്നതല്ല. അല്ല, ഇനി നമുക്ക് നോർമൽ വീഡിയോസ് വീണ്ടും ആരംഭിക്കുകയാണ്. ന്യൂ ഇയറിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, നോക്കട്ടെ. അപ്പൊ ഒരു സ്ഥലത്ത് കല്യാണ പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെയ്യാം. പരമാവധി ശ്രമിക്കാം അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഇങ്ങോട്ട് വലിയ ലൈറ്റ് ആയിരിക്കും അല്ലേ? ഇത് കിടത്തണം. നല്ല കുറുകി മീൻകറി. ചാറില്ല, കംപ്ലീറ്റ് പറ്റിപ്പോയി. നമ്മൾ നേരത്തെ വെച്ചതല്ലേ, പിന്നെ തിളപ്പിക്കും. അതുകൊണ്ടാണ് തിളപ്പിക്കും തോറും ചാറ് കുറുകി വറ്റൂലോ. അപ്പം അതുകൊണ്ടാണ് നിറപ്പിച്ചെടുക്കണ ചാറ്. പറയാറുണ്ടത് ഞാൻ.
മോരേറി ഒഴിച്ചിട്ടുണ്ടായില്ല. കൊതിപ്പിക്കുകയാണോ? അല്ല, കൊതിപ്പിക്കൊന്നുമല്ല, ടേസ്റ്റിയാന്ന് പറഞ്ഞതാ.